സോ നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ എ റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടർ. അതായത് നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടുണ്ട്, ബട്ട് എന്താണ് റെസിസ്റ്റർ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡക്ടറും കൂടെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും അവിടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് വരുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു LCR സർക്യൂട്ടിൻ്റെ ഈ ഒരു ഇത് കുറച്ച് ലെങ്തിയാണ്. നമ്മൾ മുന്നേ ഡീൽ ചെയ്ത രണ്ടെണ്ണം പോലെയല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ചില ടേംസ് ഒന്ന് ഇടയ്ക്കൊന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കിയൊക്കെ എളുപ്പം തന്നെയാണ്. സോ ഈ ഒരു LCR സർക്യൂട്ടിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം, കാരണം നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ ഇത് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലാബ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മളിതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ചാർജിങ് ആണ്. ഒരു കപ്പാസിറ്റർ ഞാൻ ചാർജ് ചെയ്യാണ്. അപ്പോൾ എവിടെ എന്തൊക്കെ ഉണ്ട്, റെസിസ്റ്ററും ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ ചാർജിങ് നടക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു ട്രാൻസിയൻറ്റ് ചാർജിങ് എങ്ങനെയായിരിക്കും ആ ഒരു ഷോർട്ട് പീരീഡിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സർക്യൂട്ട് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം ഇൻഡക്ടറാണ്, ദെൻ കപ്പാസിറ്റർ, ദെൻ റെസിസ്റ്റർ. ഇങ്ങനെ രണ്ട് ഭാഗത്തുമായിട്ടാണ് ഇൻഡക്ടറും റെസിസ്റ്ററും വെച്ചിരിക്കുന്നത്. സോ നമുക്ക് അറിയാം, നമ്മളിതിവിടെ കീ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, ഈ ഒരു EMF സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് അത് കൂടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവിടെ പാസ് ചെയ്യുന്ന കറണ്ട് ഞാൻ I എന്ന് പറഞ്ഞിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ I ആണ് അവിടെ കറണ്ട് ഞാൻ പാസ് ചെയ്യുന്നതായിട്ട് ചൂസ് ചെയ്യുന്നത്. സോ അവിടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, കപ്പാസിറ്ററിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഡക്ടറിൻ്റെ അവിടെ ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ടായിരിക്കും, റെസിസ്റ്ററിൻ്റെ അത് കൂടെ വോൾട്ടേജ് പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം, ഒരു സർക്യൂട്ട് ഇക്വേഷൻ ആവശ്യമുണ്ട്. സോ സർക്യൂട്ട് ഇക്വേഷൻ എങ്ങനെ വരുന്നുണ്ടായിരിക്കുക, നമ്മൾ ആണ് അവിടെ കൊടുക്കുന്ന EMF എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഡക്ടർ കൂടെ അവിടെ എന്താ ഉണ്ടാവുക, LdI/dt ആണ് അവിടെ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡക്റ്റൻസ്, പ്ലസ് IR റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ്, ദെൻ അവിടെ എന്തുണ്ടാവും, കപ്പാസിറ്ററിൻ്റെ അവിടെയുള്ള വോൾട്ടേജ്. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. സോ ഈ സർക്യൂട്ട് ഇക്വേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചില ടേംസൊക്കെ ക്യൂവിൽ, ചില ടേംസൊക്കെ ഐയിൽ. സോ നമുക്ക് എന്തെയാണെന്ന് വെച്ചാൽ മൊത്തം ഈ ഒരു എക്സ്പ്രഷൻ ക്യൂവിൽ മാറ്റണം, കാരണം നമ്മൾ ചാർജിങ് ആണല്ലോ. അപ്പോൾ അവിടെ ചാർജസിൻ്റെ ഫ്ലോ ആണ്. സോ എനിക്കിവിടെ കറണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്കറിയാം കറണ്ട് ഇസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്, അതായത് I = dQ/dt. അപ്പോൾ dI/dt എന്ന് പറയുന്നത് എന്തായിരിക്കും, d²Q/dt² ആയിരിക്കും. സോ നമുക്കത് ഈസിയറായിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അപ്പോൾ ഈ എബോവ് എക്സ്പ്രഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും, L d²Q/dt² പ്ലസ് R dQ/dt പ്ലസ് Q/C = E എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇവിടെ ഈ ഒരു എല്ലിൻ്റെ ടേം ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു ലീനിയർ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെയല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ ആയിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആക്കി മാറ്റണം. ഇത് ഡെറിവേറ്റീവ് സെക്കൻഡ് അല്ലേ. അപ്പോൾ അത് സെക്കൻഡ് ഓർഡർ ഇക്വേഷനാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോഷ്യൻ്റ് പാടില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഈ എല്ലിനെ എന്ത് ചെയ്യുക വെച്ചാൽ ഹോളായിട്ട് ഈ ഒരു എക്സ്പ്രഷനെ L കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, ഇവിടെ L/L 1 ആവും. സോ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, d²Q/dt² മാത്രമേ ഉണ്ടാവുള്ളൂ. പ്ലസ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ R/L എന്ത് വരും, dQ/dt എന്ന് പറഞ്ഞിട്ട് വരും. പ്ലസ് ഇവിടെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ Q/LC പ്ലസ് എന്ത് വരും, മൈനസ് കൊടുക്കണം. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, E/L എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം E/L നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളിവിടെ ഫസ്റ്റ് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷനിൽ ഈ ഒരു R/L ഞാൻ 2B എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ എന്താണ് 1 ഉണ്ട് അല്ലെ, ന്യൂമറേറ്ററിൽ 1 × Q എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തൂടെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/L/C ഞാൻ എന്ത് ചെയ്യാണ്, ω02² എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പ്രഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും, d²Q/dt² പ്ലസ് എന്ത് വരും, 2B dQ/dt പ്ലസ്
ഒമേഗ നോട്ട് സ്ക്വയർ ക്യൂ ഇസ് ഈക്വൽ ടു ഇ ബൈ എൽ എന്ന് പറഞ്ഞിട്ട് വരും. സോ ഒരു ഇ ബൈ എല്ലിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുവാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2b ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് എനിക്കിവിടെ ഞാൻ കോമൺ ആയിട്ട് ഒമേഗ നോട്ട് സ്ക്വയർ എടുക്കുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ മൈനസ് ഇ ബൈ ഇവിടെ ഒമേഗ നോട്ട് സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കണമെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് വേണം, ഒമേഗ നോട്ട് സ്ക്വയർ വരണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടി. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഒമേഗ നോട്ട് സ്ക്വയർ ഇതിൻ്റെ ഈ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു കോഎഫിഷ്യൻറ്റിൻ്റെ മൊത്തം ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സ്മോൾ ലെറ്റർ എക്സ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ക്യൂ മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഒമേഗ നോട്ട് സ്ക്വയർ എൽ എന്ന് പറഞ്ഞിട്ട് വരും. സോ ഞാനിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ടൈമിനനുസരിച്ച് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഫസ്റ്റത്തെ ടേം ക്യൂ ആണ്. സോ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാം. സെക്കൻഡത്തെ ടേം ഇ ഡിവൈഡഡ് ബൈ ഒമേഗ നോട്ട് സ്ക്വയർ എൽ. അപ്പോൾ നമ്മളൊരു കണക്ഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കൊടുക്കുന്ന ഇ എന്ന് പറയുന്നത് ഇ എം എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഡക്റ്റൻസും കോൺസ്റ്റൻ്റ് ആണ്. ആ ഒരു സർക്യൂട്ടിലുള്ള ഫ്രീക്വൻസി ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഫ്രീക്വൻസിയാണ്. ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയും എന്ത് തന്നെ ആയിരിക്കും, കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. സോ ഈ സെക്കൻഡ് ടേം മൊത്തം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ ദാറ്റ് അതിൻ്റെ ഡിഫറൻസിയേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളിതിനൊന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ എന്തിന് ഈക്വൽ ആണെന്ന് കിട്ടും, ഡി ക്യൂ ബൈ ഡി ടിക്ക് ഈക്വൽ ആണെന്ന് കിട്ടും. സോ എനിക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, ഇതിന് എക്സ് എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒരു ഭാഗത്തിന് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക, ഫുള്ളായിട്ട് എക്സിൻ്റെ ടേംസിൽ വരും. ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2b dx divided by dt പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിപ്പോൾ എങ്ങനെ വരുന്നത്, ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ടേംസിലല്ലേ വരുന്നത്. സോ അവിടെ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഫോമുല നിങ്ങളുടെ 4th സെമിസ്റ്ററിൽ വരുന്നതാണ് മാത്സിന്. നമ്മളതാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമുക്ക് കോംപ്ലിമെൻ്ററി സബ്ജക്ട്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഫിസിക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ 4th സെമിസ്റ്ററിൽ പഠിക്കുന്ന മാത്സിലത്തെ ടേംസാണ്, കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഓൾറെഡി കൊടുക്കുന്ന കാരണം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ബട്ട് നിങ്ങളുടെ 4th സെമിസ്റ്റർ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോംപ്ലിമെൻ്ററി ടെക്സ്റ്റിലൊന്നും മാറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻസ് ഈ ഒരു സെക്ഷനിൽ നമുക്കറിയാം. ഇതാണ് ഒരു ജനറൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻറ്റ് ഓഫ് ദി ഫോം. ഇതിന് ഞാൻ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്താ എടുക്കുന്നത്, നമുക്കറിയാം ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കും പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്, ആ ഒരു ഫംഗ്ഷൻ്റെ തന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, എം ഇ റേസ് ടു എം എക്സ് തന്നെ വരിക. അടുത്ത പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എം സ്ക്വയർ ഇ റേസ് ടു എം എക്സ് എന്ന് പറഞ്ഞിട്ട് വരിക. സോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി കാരണം കൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് ഈ ഒരു ഇക്വേഷൻ്റെ ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ്റെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ അസ്യൂം ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതേപോലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ വരും. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം ഓൾറെഡി. ആ ഒരു സോൾവിങ്ങും കൂടെ ചെയ്ത് കഴിയുന്ന സമയത്ത് എനിക്ക് 2 റൂട്ട് കിട്ടും.
സോ ഒരു 2 റൂട്ട് നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. 2 റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവർ എബൌട്ട് ഡെറിവേറ്റീവ്സ് അലോ ദി ഫങ്ഷൻസ് ഇതും കൂടെ എന്താണ് സൊല്യൂഷനായിട്ട് അലോ ചെയ്യും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ കിട്ടുന്നതിനനുസരിച്ചിട്ട് കിട്ടും. ഇതിൽ ആ M1 M2ൻ്റെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് എനിക്ക് ജനറൽ സൊല്യൂഷൻ ഇതിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത് മാത്രം. ഈ ഒരു മെത്തേഡാണ് നമ്മൾ നമുക്ക് ഇതുവരെ ഈ ഒരു LCR സർക്യൂട്ടിൽ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇത് ആ ഒരു ജനറൽ എന്താണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ പോലെ തന്നെയല്ലേ. നമ്മൾ ഇപ്പോൾ അതിൽ കോംപ്ലിമെൻ്ററി പഠിക്കുന്ന സെയിം പോലെ തന്നെയാണ്. സോ നമുക്ക് അതിന് എന്ത് ചെയ്യണം, ഒരു ട്രയൽ സൊല്യൂഷൻ എടുക്കാം. അതെന്തായിരിക്കും, ഒരു എക്സ്പൊണൻഷ്യൽ സൊല്യൂഷൻ ആയിരിക്കും. അതായത് എക്സ് എന്താവാം, AE⁴ T ആവാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജനറൽ ഒരു ട്രയലായിട്ടൊരു സൊല്യൂഷൻ ഞാൻ എടുക്കുന്നത്. സോ ഇതിൽ നമുക്ക് എയും അതുപോലെ തന്നെ ആൽഫയും ഒക്കെ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. dx/dt ഈ ഒരു ട്രയൽ സൊല്യൂഷന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എ ഉണ്ട്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ടീൻ്റെ കോഷ്യൻ്റ് എന്താ, ആൽഫ e⁴ അല്ലെങ്കിൽ അതിനെന്ത് കൊടുക്കാം, A⁴ എക്സ് എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ d²x/dt² ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, α² എക്സ് എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു എ ഇവിടെ വരില്ല കേട്ടോ, കാരണം അത് എക്സ് ആയിട്ട് ഞാൻ എഴുതി. ഈ ഒരു ഭാഗത്തിൽ എക്സ് ഇതും എക്സും കൂടെ ചേർത്തിട്ട് എഴുതിയിരിക്കണം. സോ ഞാനിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇക്വേഷൻ ചേഞ്ച് ചെയ്യാനത് നമുക്ക് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, α² പ്ലസ് 2B⁴x പ്ലസ് ω0x = 0. സോ ഇതിൽ 3 ടേംസിൽ എന്തുണ്ട്, എക്സ് ഉണ്ട് അല്ലേ. സോ എക്സിനെ ഞാൻ അവോയ്ഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ α² പ്ലസ് എന്ത് വരും, 2B⁴ പ്ലസ് ω0² = 0 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ABC നമുക്ക് എഴുതാം സൈഡിൽ. സോ എ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ബി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതെന്താണ്, 2B ആണ്. ദെൻ തേർഡ് ആണെന്ത്, C ω0². അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്നറിയാം, -b ± √B² -4AC / 2a. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -b വരുന്നുണ്ടായിരിക്കും, എന്താണ്, -2b ±√B² എന്ന് പറയുമ്പോൾ ഇവിടെ 2B². സോ 4B², 2bൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4b² -4a എന്ന് പറയുന്നത് 1 ആണ്. C എന്ന് പറയുന്നത് ω0² / 2 × 1, അപ്പോൾ 2 തന്നെ എഴുതാം. സോ ഇതിലെന്താണ്, ഈ ഒരു ഇതിന്ന് ഈ ഒരു ടേമിൽ രണ്ടിലും കോമൺ ആയിട്ട് 4 ഉണ്ട്. സോ ഞാൻ ആ 4നെ പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ √4 എത്രയാണ്, 2 അല്ലേ. സോ -2b ± ഞാൻ 2നെ പുറത്തേക്ക് എടുത്തു, ബാക്കി റൂട്ടിൽ എന്തൊക്കെ ഉണ്ട്, B² -ω0² ഉണ്ട് /2. സോ ഇപ്പോൾ നമുക്ക് 3 ടേമിൽ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ α എന്ത് വരും, -b ± √B² -ω0² എന്ന് പറഞ്ഞിട്ട് വരും. അതായത് 2 സൊല്യൂഷൻ ഇതിൽ പോസിബിൾ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളതാണ്, 2 പോസിബിൾ വാല്യൂസ് ഓഫ് ആൽഫയാണുള്ളത്. ഒന്ന് α1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, -b പ്ലസ് √B² -ω0² എന്ന് വരും. ദെൻ സെക്കൻഡ് പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് -b -√B² -ω0² എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൽ ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ഒരു √B² -ω0² എന്നുള്ളത് ഞാൻ സ്മോൾ ലെറ്റർ m വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ α1 എന്ന് പറയുന്നത് എന്ത് വരും, -b + m എന്ന് പറഞ്ഞിട്ട് വരും. α2 എന്ന് പറയുന്നത് -b - m എന്ന് പറഞ്ഞിട്ട് വരും. സോ എനിക്ക് 2 സൊല്യൂഷൻസ് കിട്ടി. സോ എനിക്ക് എന്ത് ചെയ്യാം, ജനറൽ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ എക്സ് എന്ന് പറയണത് x =
a1 e raised to alpha 1 t പ്ലസ് a2 e raised to alpha 2 t എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൽ ഞാൻ ആൽഫ 1 ആൽഫ 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ a1 e raised to minus b plus m into t plus a2 e raised to minus b minus m into t. ആൽഫ 1 ആൽഫ 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. സോ ഇതാണ് എൻ്റെ ജനറൽ സൊല്യൂഷൻ. പക്ഷെ അപ്പോഴും എനിക്ക് എന്താ അറിയില്ല, a1 അറിയില്ല, a2 അറിയില്ല. സോ എനിക്കത് കണ്ടുപിടിക്കാം. സോ അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമ്മൾ എക്സിലേക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. എക്സ് നമ്മൾ ഫസ്റ്റ് ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഇ ബൈ എൽ ഒമേഗ സ്ക്വയർ എന്നുള്ളതിലാണ് ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ഇതിലെന്ത് എഴുതാം, ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇ ഡിവൈഡഡ് ബൈ ഒമേഗ നോട്ട് സ്ക്വയർ എൽ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ഇതിലെന്താണ്, ഈ ഒരു എക്സിൽ എനിക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ എക്സ് ഞാനിപ്പോൾ ഡെറൈവ് ചെയ്ത് കണ്ടുപിടിച്ചല്ലോ. സോ ക്യൂ ഇസ് ഈക്വൽ ടു അവിടെ എന്ത് വരും, ഇ ബൈ എൽ ഒമേഗ സ്ക്വയർ അവിടെ ഉണ്ട്, പ്ലസ് ഈ ഒരു എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു എക്സ് ആണ്. ഈ ഒരു എക്സ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു എക്സ്പൊണൻഷ്യൽ ഞാൻ പാർട്ടീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും എന്ത് വരുന്നുണ്ട്, ഈ ഒരു ഇ റേസ് ടു മൈനസ് ബി, ഇവിടെ ഈ ഒരു ഇ റേസ് ടു മൈനസ് ബി ടി വരുന്നുണ്ട്. സോ എനിക്കത് കോമൺ ആയിട്ട് ഇതിൽ എഴുതാം. എന്ത് വരും, ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു a1 e raised to nt പ്ലസ് a2 e raised to മൈനസ് എം ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത് ക്യൂവിൻ്റെ ടേം, ക്യൂ ഈക്വൽ ടു എനിക്ക് ചാർജിനാണല്ലോ ഞാൻ ഇത്രയും ചെയ്തത്. അപ്പോൾ എനിക്ക് ചാർജ് കിട്ടി, ക്യൂവിൻ്റെ ഇതാണ്. പക്ഷേ എനിക്കത് ഒന്നുകൂടെ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അത് കുറച്ചുകൂടെ വലിയൊരു എക്സ്പ്രഷനാണ്. സോ അത് ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ടേം എടുത്തു. സോ അതിൽ ഇ ബൈ എൽ ഒമേഗ സ്ക്വയർ എന്നാണ് എക്സ്പ്രഷൻ. സോ ഒമേഗ സ്ക്വയർ എന്താണെന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് 1/LC ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിവിടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇ ഡിവൈഡഡ് ബൈ എൽ ഒമേഗ സ്ക്വയറിന് എന്ത് കൊടുക്കാം, 1/LC. എല്ലും ക്യാൻസലായി പോയി, ബാക്കി എന്തുണ്ട്, ഇ സി ഉണ്ട്. അതായത് വോൾട്ടേജ് ഇൻറ്റു കപ്പാസിറ്റൻസ്. ഇതെന്ത് വരും, ചാർജ് വരും, അവിടെയുള്ള ചാർജ്. അതായത് കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് എന്താണ്, ചാർജിന് ഈക്വൽ ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു സി വി പഠിച്ചിട്ടില്ലേ. അപ്പോൾ അവിടെ എന്താണ്, അവിടുത്തെ ഒരു ഫുള്ളി ചാർജ്, സ്റ്റഡി ചാർജ്, ഇനീഷ്യൽ ചാർജ് എന്ത് വരും, ക്യൂ നോട്ട് വരും. സോ ഈ ഒരു ക്യൂ നോട്ട് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോഴും എക്സ്പ്രഷൻ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്താ, ക്യൂ ഇസ് ഈക്വൽ ടു ഒരു ഫസ്റ്റത്തെ ടേം ക്യൂ നോട്ടായി പ്ലസ് ഇ റേസ് ടു മൈനസ് ബി ടി a1 e raised to mt പ്ലസ് a2 e raised to മൈനസ് എം ടി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഇനി എനിക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതൊന്ന് എന്ത് ചെയ്യണം, a1ഉം a2ഉം കണ്ടുപിടിക്കണം. സോ a1 a2 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കാം. സോ അതാണ് നമ്മുടെ ബേസിക് എക്സ്പ്രഷൻ. ഇതിൽ ഞാൻ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താ, ടൈം 0 ആകുമ്പോൾ ചാർജ് എന്താ, 0 ആണ് അല്ലേ. സോ ഇവിടെ ഞാൻ എന്താണ്, ഈ ഒരു ടൈമിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, 0 കൊടുക്കുകയാണ്. സോ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ് കേട്ടോ. ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മളൊന്ന് നോക്കിക്കേ, ഫസ്റ്റ് ഈക്വൽ ടു 0 പറയുമ്പോൾ ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് പ്ലസ് ഈ ഒരു ടേം 1 ആയിപ്പോയി, ഈ ഒരു ടേം 1 ആയിപ്പോയി. സോ 1 ഇൻറ്റു a1 എന്താ, a1 എന്ന് പറഞ്ഞിട്ട് വരും. പ്ലസ് അതുപോലെ തന്നെ സെക്കൻഡത്തെ ടേം എന്താണ്, a2 ആയിട്ട് വരും. സോ എനിക്കിതൊന്ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, a1 പ്ലസ് a2 ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ നോട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇത് ഞാനൊരു എക്സ്പ്രഷൻ കൊടുക്കുകയാണ്, ഫസ്റ്റ് നമ്പർ കൊടുക്കുകയാണ് a1 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും, dq ബൈ dt പ്ലസ് a1 കോയിഫിഷ്യൻറ്റ് പ്ലസ് അല്ല ഈക്വൽ ടു a1 ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ടി ആണ്. അതായത് ഈ ഒരു എക്സ്പ്രഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്.
ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സോ അവിടെ എന്ത് വരും, ഈ ഒരു കോൺസ്റ്റൻസ് കോഎഫിഷ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻ്റ് ആയിട്ട് താഴത്തേക്ക് എടുത്ത് വയ്ക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ എക്സ്പ്രഷൻ വരാം, മൈനസ് ബി പ്ലസ് എം ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി പ്ലസ് അതുപോലെ തന്നെ എ ടു മൈനസ് ബി മൈനസ് എം ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി എന്ന് പറഞ്ഞിട്ട് വരും. സോ നിങ്ങൾക്ക് എന്താണ്, ഇത് വളരെ വലിയ എക്സ്പ്രഷൻ തന്നെ, ഐ മീൻ വളരെ വലിയ ഡെറിവേഷൻ തന്നെയാണ്, ബട്ട് സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ബേസിക്കായിട്ടൊരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും പെട്ടെന്നെല്ലാം ചെയ്യാനുള്ളൊരു നേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. സോ ഈ ഒരു എക്സ്പ്രഷൻ ഞാനിങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കുന്നു. അതായത് ടൈം 0 ആകുമ്പോൾ എനിക്കിവിടെ ഇപ്പോൾ ക്യൂ അല്ല, എന്താണ് dq/dt ആണുള്ളത്. അതെന്തായിരിക്കും 0, അതായത് ഇനീഷ്യൽ 0 ആകുമ്പോൾ അവിടെയുള്ള dq/dt എന്ന് വെച്ചാൽ എന്താ, കറണ്ട് അല്ലേ. 0 ടൈമിൽ അവിടുത്തെ കറണ്ട് എന്താണ്, 0 തന്നെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0 ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം എന്തായി, 1 ആയി, ഈ ഒരു ടേം 1 ആയി. അപ്പോൾ അവിടെ വരുന്നത് a1 ഇൻറ്റു മൈനസ് ബി പ്ലസ് എം പ്ലസ് a2 ഇൻറ്റു മൈനസ് ബി മൈനസ് എം എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഇവിടെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാം. മൈനസ് ബി ഞാൻ കോമൺ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. സോ ഇവിടെ മൈനസ് ബീനും കോമൺ ആയിട്ട് എന്തുണ്ട്, a1 ഉണ്ട്, ഇവിടെ മൈനസ് ബീന് കോമൺ ആയിട്ട് a2 ഉണ്ട്. സോ a1 a2 രണ്ട് ടേം. അതുപോലെ തന്നെ പ്ലസ് എം ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ a1 മൈനസ് a2 എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാം, ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഈ ഒരു ടേമിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. കാരണം കോമൺ ആയിട്ട് ഞാൻ എടുക്കുവാണ്. ഈ ഒരു a1 a2നെ ഞാൻ എന്ത് കൊടുക്കുന്നു, Q0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. മൈനസ് Q0 ആണ്. സോ ഇവിടുത്തെ മൈനസും ഇവിടുത്തെ മൈനസും കൂടെ ചേർന്നിട്ട് എന്താവും, പ്ലസ് ആവും. സോ 0 ഇസ് ഈക്വൽ ടു ബി Q0 പ്ലസ് എം ഇൻറ്റു a1 മൈനസ് a2 എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുക. സോ ഇത് നമുക്ക് സുഖമായിട്ട് റീഅറേഞ്ച് ചെയ്യാം അല്ലേ. എന്ത് വരും, മൈനസ് ബി ബൈ എം Q0 ഇസ് ഈക്വൽ ടു a1 മൈനസ് a2 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ നമ്പർ 2. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ നമ്പർ 1 ഉണ്ട് 2 ഉണ്ട് അല്ലേ. ഒന്നിൻ്റെ a1 പ്ലസ് a2, വേറൊന്ന് എക്സ്പ്രഷൻ നമ്പർ 2 എന്ന് പറയുന്നത് a1 മൈനസ് a2 ഉണ്ട്. സോ ഇത് രണ്ടും ഞാൻ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ കുറച്ച് ടൈം എടുക്കും നിങ്ങൾക്ക്. കാരണം ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് a1 എക്സ്പ്രഷൻ കിട്ടും. അത് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് കിട്ടുക a1 ഈസ് ഈക്വൽ ടു മൈനസ് Q0/2 ഇൻറ്റു 1 പ്ലസ് ബി ബൈ എം ആണ്. അതുപോലെ തന്നെ ഞാൻ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ a2 ഈസ് ഈക്വൽ ടു മൈനസ് Q/2 ഇൻറ്റു 1 മൈനസ് ബി ബൈ എം എന്ന് പറഞ്ഞിട്ട് കിട്ടും. നിങ്ങളതൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. സോ എനിക്ക് a1നെയും a2നെയും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, കോൺസ്റ്റൻസിന് കിട്ടി. ഇനി ആ ഒരു എക്സ്പ്രഷനിൽ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Q ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q/2 ഇൻറ്റു 1 പ്ലസ് ബി ബൈ എം. ഞാൻ a1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് എം ഇൻറ്റു ടി മൈനസ് Q/2 ഇൻറ്റു 1 മൈനസ് ബി ബൈ എം ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി മൈനസ് എം ഇൻറ്റു ടി. സോ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇനി ഇതിൽ എന്ത് ചെയ്യണം, ഇ റേസ് ടു മൈനസ് ബി ടി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. സോ Q ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0/2 ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു എന്തൊക്കെ ഇതിൽ ഫസ്റ്റത്തെ ടേം എന്ത് വരും, 1 പ്ലസ് ബി ബൈ എം ഇ റേസ് ടു എം ടി വരും. സെക്കൻഡത്തെ ടേം എന്താ വരും, 1 മൈനസ് ബി ബൈ എം ഇ റേസ് ടു മൈനസ് എം ടി എന്ന് പറഞ്ഞിട്ട് വരും.
സോ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ. സോ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയ്ക്കും ചെയ്തത്. എനിക്കറിയാം അത്യാവശ്യം നല്ല ലെങ്തിയാണ്, കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്നതാണ്. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസി ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ ഞാനത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളതെടുത്ത് നോക്കുക തന്നെ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 1 ടൈം എങ്കിലും ഇതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കണം. സോ ഈ ഒരു എക്സ്പ്രഷനിൽ എന്ത് കിട്ടും? ചാർജ് ഓൺ ദി കപ്പാസിറ്റർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഈ ഒരു ക്യൂ വാല്യൂ എനിക്ക് കിട്ടും. സോ ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ കേസിലൊക്കെ പ്യുവർലി എക്സ്പോണൻഷ്യൽ ആയിട്ടാണ്. ഇവിടെ എക്സ്പോണൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബി വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ബി വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ഒമേഗ നോട്ട് സ്ക്വയറിനെ. കാരണം എമ്മിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് √(b²- ω02) വെച്ചിട്ടാണല്ലോ. സോ എനിക്ക് പറയാം ബീനെ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട്. അതായത് ഈ ഒരു എക്സ്പ്രഷൻ്റെ ഈ നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബീനെയും അതുപോലെ തന്നെ ω0നെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഇനി സ്പെഷ്യൽ കേസസ് ആണ് വരുന്നത്. ഈ സ്പെഷ്യൽ കേസസ് ആണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഈ ഒരു സ്പെഷ്യൽ കേസസ് നിങ്ങൾ തറവായിട്ട് ഡീൽ ചെയ്തേ പറ്റും. സോ അതിൽ ഫസ്റ്റത്തെ കേസ് ഞാൻ എടുത്ത് നോക്കുകയാണ്. ഫസ്റ്റത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ b² is equal to ω02. b² = ω02 എന്ന് പറയുമ്പോൾ b² നമ്മൾ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ (2b) എന്ന് പറഞ്ഞിട്ട് r/l കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ b² എന്ന് പറയുമ്പോൾ എന്താണ്? r²/4l² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ω02 എന്ന് പറയുന്നത് എന്താ? 1/LC ആണ്. ഈ ഒരു കണ്ടീഷൻ ആണ് എങ്കിൽ അവിടെ എന്തായിരിക്കും എനിക്ക് ഈ ഒരു ചാർജിങ് നടക്കുക? അവിടെ ഏത് രീതിയിലായിരിക്കും ചാർജിങ് നടക്കുക എന്ന് പറഞ്ഞിട്ടാണ്. സോ എനിക്ക് ആ എക്സ്പ്രഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം b² = ω². അപ്പോൾ അവിടെ ഈ ഒരു എക്സ്പ്രഷനിൽ എം വരുന്നുണ്ട് അല്ലേ. ഈ ഒരു എക്സ്പ്രഷനിൽ ഇവിടെ ആയിട്ട് എന്ത് വരുന്നുണ്ട്? എം വരുന്നുണ്ട്. ഈ ഒരു എമ്മിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കണം. കാരണം എമ്മിനെ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? m = √(b²- ω02) എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. സോ ഇത് രണ്ടും ഈക്വൽ എന്ന് പറയുമ്പോൾ b² - b² എന്താവും? 0 ആവും. അതായത് m = എന്താ? 0. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ മാറും? q = Q0 - Q0/2 e⁻bt ബ്രാക്കറ്റിൽ എന്ത് വരും? e⁻mt പ്ലസ് b/m e⁻mt പ്ലസ് e⁻mt മൈനസ് b/m e⁻mt. അതായത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തത്. ഈ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം Q0 - Q0/2 ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. e⁻bt ബ്രാക്കറ്റിൽ എനിക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു b/m ഇവിടെ 2 ടേംസിൽ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒരേ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. സോ അല്ലാത്തതൊക്കെ എന്താ? e⁻mt പ്ലസ് e⁻mt ആണ്. ദെൻ ഞാൻ b/mനെ കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? b/m of e⁻mt മൈനസ് e⁻ എന്ന് പറഞ്ഞിട്ട് വരും എൻ്റെ എക്സ്പ്രഷൻ. സോ ഞാനിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നമുക്കറിയാം എം എന്താണ്? 0ലേക്ക് ടെൻഡ് ചെയ്യാണ് എന്നറിയാം. സോ m 0ലേക്ക് ടെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ടേം എടുത്ത് നോക്കിക്കേ. e⁻mt അതായത് ഈ ഭാഗം 0 ആണല്ലോ. സോ e⁻t എന്താ? e⁻0 എന്താ? 1 ആണ്. അതുപോലെ തന്നെ e⁻−mt എന്താവും? 1 ആവും. സോ ഈ ഒരു ടേം മൊത്തം എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. ഇതേപോലെ തന്നെ ഇനി സെക്കൻഡ് എക്സ്പ്രഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ലിമിറ്റ് n → 0 b/m e⁻mt മൈനസ് e⁻−mt എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടേം എന്താ? e⁻mt e⁻0 1. ഇവിടെയും e⁻0 1. 1 - 1 എന്താ? 0 ഡിവൈഡ് ബൈ m എന്താ? 0. 0/0 ഫോമാണ്. അപ്പോൾ എനിക്കിതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വാട്ട് വി ഹാവ് ടു യൂസ് ഇസ് എൽ ഹോസ്പിറ്റൽസ് റൂൾ.
എൽ ഹോസ്പിറ്റൽസ് എന്നാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതിൻ്റെ സ്പെല്ലിംഗ് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്നാണ്, ഹോസ്പിറ്റൽ എന്നാണ് മെയിനായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതിലെന്തായാലും ഞാൻ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ് m ടെൻസ് ടു 0, ന്യൂമറേറ്ററിൽ ഞാൻ ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണത് വിത്ത് റെസ്പെക്ട് ടു m ആണ് കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു ടി ആണെന്ന് വിചാരിക്കുക. ഇത് m ആയിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ടേം ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും, m വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോൺസ്റ്റൻ്റ് എന്താണ്, ടി ആണ്. സോ ടി ഇ റേസ് ടു എം ടി എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെ സെക്കൻഡ് ടേമിലും എന്ത് വരും, m വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൈനസ് വരും, മൈനസ് ടി എന്ന് പറഞ്ഞിട്ട് വരിക. സോ മൈനസ് ഇൻറ്റു മൈനസ് അവിടെ എന്താ പ്ലസ് ആവും, ടി ഇ റേസ് ടു മൈനസ് എം ടി എന്ന് പറഞ്ഞിട്ട് വരും. കോമൺ ആയിട്ട് ബി എഴുതുന്നു. ഈ ന്യൂമറേറ്ററിൽ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എം ബൈ എം എന്താ 1 ആണ്, ന്യൂമറേറ്ററിൽ 1 വരും. ഇനി എനിക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എമ്മിന് 0 എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് കൊടുക്കാം. സോ അപ്പോൾ എന്ത് വരും, ബി ഇൻറ്റു ടി ഇ റേസ് ടു 0 1 ആണ്, പ്ലസ് ഇവിടെയും ടി ഉണ്ട്, ഇ റേസ് ടു 0 1 ആയി. അതായത് 2b ടി എന്ന് പറഞ്ഞിട്ട് വന്നു. ഇനി എനിക്ക് ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ബൈ 2 ഇ റേസ് ടു മൈനസ് ബി ടി 2 പ്ലസ് 2bt. ഇതിൽ എനിക്ക് എന്താണ്, ഈ രണ്ട് ടേമിലും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, എല്ലാം കട്ട് ചെയ്തു 1 ആക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഈക്വൽ ടു ക്യൂ നോട്ട് ഇൻറ്റു 1 മൈനസ് ക്യൂ നോട്ട് ഞാൻ കോമൺ ആയിട്ട് എടുത്തു, 1 മൈനസ് 1 പ്ലസ് ബി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ ഇതാണ് എൻ്റെ ഇതിലുള്ള ഫൈനലായിട്ടുള്ള എക്സ്പ്രഷൻ. ഈ ഒരു കേസിൽ, ഈ ഒരു സ്പെഷ്യൽ കേസിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ ആവുന്ന സ്പെഷ്യൽ കേസിലുള്ള എക്സ്പ്രഷൻ. ഇപ്പോൾ ഇതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുകയാണെന്ന് വിചാരിക്കാം. ഈ ടി ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് ഒരുപാട് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് എന്ത് വരുന്നത്, ഈ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താ 0 ആകുന്നത്. ഈ ടേം 0 ആകും, ഈ ടേം മൊത്തം പോയി. അപ്പോൾ എന്ത് വരും, ക്യൂ ഈക്വൽ ടു ഒരു ക്യൂ നോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലായി, അപ്പോൾ ടി ടെൻസ് ടു 0 ആകുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ക്യൂ ടെൻസ് ടു ക്യൂ നോട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ ഈ ഒരു കേസിൽ നമുക്ക് പറയാം എന്താണ്, ദി റൈസ് ഓഫ് ചാർജസ് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് പോകുന്നത്. അത് ഓക്സിലേറ്ററി ആയിട്ടോ പീരിയോഡിക്കോ ആയിട്ടോ അല്ല, എന്താണ്, എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് അവിടെ എന്താണ്, ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ പീരിയോഡിക്കായിട്ടോ ഓസിലേറ്ററി ആയിട്ടോ ഒന്നുമല്ല, എക്സ്പോണൻഷ്യലായിട്ട് അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ റൈസ് ആയിട്ട് പോകുന്നുണ്ട്. അതിനോട് ഫിഗർ ഒന്നും കൊടുത്തില്ല. ആ ഫിഗർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ ഒരു ഫിഗർ ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം 3 കേസസ് ഉണ്ട്, 3 കേസസിന് ഒരുമിച്ചുള്ള ഒരു ഫിഗറാണ് ഉള്ളത്. സോ ഞാനൊരു ഫിഗർ ലാസ്റ്റ് 3 കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റിൽ ഇപ്പോൾ തന്നെ എടുത്ത് നോക്കുക. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഞാൻ ചെയ്യുന്നത് നോക്കി ചെയ്യാതിരിക്കാൻ നോക്കുക. കണ്ടീഷൻ മാത്രം നോക്കി വെച്ചിട്ട് നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കുക, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് സ്പെഷ്യൽ കേസ് എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ ആണ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് സ്ക്വയർ ആവുമ്പോൾ, അതായത് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4l സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ 1/LC ആകുമ്പോൾ ഉള്ള കേസ്. അപ്പോൾ നമുക്ക് ഇതിന്ന് അറിയാൻ പറ്റുന്ന വേറൊരു കാര്യം, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ വേണ്ടുള്ളൂ. പക്ഷെ നമുക്കിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പ്രഷനിൽ ഒരു ചെറിയ ചേഞ്ചും കൂടെ വരുത്തണം. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ബൈ 2 ഇ റേസ് ടു മൈനസ് ബി ടി ഇ റേസ് ടു എം ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എം ടി പ്ലസ് ബി ബൈ എം ഇ റേസ് ടു എം ടി മൈനസ് ഇ റേസ് ടു മൈനസ് എം ടി.
ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഈ ഒരു എക്സ്പ്രഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് ഡിവൈഡഡ് ബൈ 2 ഉണ്ട് അല്ലേ. ഈ 2നെ ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് എം എന്ന് പറയുന്നത് കോമൺ ആക്കിയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ബൈ എം. ഞാൻ എന്ത് ചെയ്തു? 2ന് ഉള്ളിലേക്ക് എടുത്ത് എമ്മിനെ പുറത്തേക്ക് എടുത്തു. ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ബ്രാക്കറ്റിൽ ഞാൻ എം കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 ടേംസിൽ എം മൾട്ടിപ്ലൈ ചെയ്യണം. ഇ റേസ് ടു എം ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എം ടി ഉണ്ട്. സോ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ടേമിൽ എന്ത് വരും? ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. പ്ലസ് അതുപോലെ തന്നെ ഈ ടേമിൽ എം കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബി മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യും? ഇ റേസ് ടു എം ടി മൈനസ് ഇ റേസ് ടു മൈനസ് എം ടി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുക. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ബൈ എം ഇ റേസ് ടു മൈനസ് ബി ടി എം ഇൻറ്റു ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇ റേസ് ടു എം ഇ റേസ് ടു എം ടി ഇ റേസ് ടു പ്ലസ് ഇ റേസ് ടു മൈനസ് എം ടി ബൈ 2 എന്ന് പറയുന്നത് എന്താണ്? കോസ് എച്ച് എം ടിയുടെ എക്സ്പ്രഷനാണ്. അതുപോലെ തന്നെ ഇ റേസ് ടു എം ടി മൈനസ് ഇ റേസ് ടു എം ടി ബൈ 2 എന്ന് പറയുന്നത് സൈൻ എച്ച് എം ടിയുടെ എക്സ്പ്രഷനാണ്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ഇൻറ്റു എന്ത് വരും? കോസ് എച്ച് എം ടി എന്ന് പറഞ്ഞിട്ട് വരും. പ്ലസ് ബി ഇൻറ്റു സൈൻ എച്ച് എം ടി, അതായത് ഹൈപ്പർബോളിക് സൈൻ ഫങ്ഷൻ ആയിട്ടാണ് വരിക. സോ എനിക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. സോ ഈ ഒരു കേസിൽ എനിക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ബൈ എം ഇ റേസ് ടു, ഞാനിതിൽ ക്യൂ നോട്ട് കോമൺ ആയിട്ട് എടുത്തോട്ടെ. ക്യൂ നോട്ട് ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ നോട്ട് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബി ടി ബൈ എം ബ്രാക്കറ്റിൽ എം കോസ് എച്ച് എം ടി പ്ലസ് ബി സൈൻ എച്ച് എം ടി എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതാണ് ഈ ഒരു കേസിലുള്ള ഫൈനൽ എക്സ്പ്രഷൻ. ഈ ഒരു ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്ന കേസിൽ. കാരണം ഇവിടെ എം എന്താവുന്നില്ല, 0 ആയി പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ എം ആയത് കാരണം കൊണ്ട് ഇവിടെ എന്താ നമുക്ക് നോക്കാനുള്ളത്? സോ ഇതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേമിൽ ബി ഗ്രേറ്റർ ദാൻ എം എന്ന് പറയുമ്പോൾ ഞാൻ ടൈം കൂടുതൽ എടുക്കുകയാണ്. കൂടുതൽ ടൈം ആയത് 0 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് എന്താണ് നല്ല ഈ ഒരു എക്സ്പോണൻഷ്യൽ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് എനിക്ക് എന്താവും? അത് 0ലേക്ക് ടെൻഡ് ചെയ്യുക. സോ ടി കൂടുന്നു എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് ബി ടി എന്ത് ചെയ്യും? 0ലേക്ക് ടെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബ്രാക്കറ്റിലും എന്തുണ്ട്? ടി വരുന്നുണ്ട്. അതിൻ്റെ വാല്യൂവിനൊക്കെ ആ ഒരു ഇത് ഇൻക്രീസ് ആവട്ടെ, ഇൻഫിനിറ്റിക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റിക്ക് ആവണേക്കാളും വേഗം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടേം 0ലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് പറയാം? ഈ മൊത്തം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസസ് വിത്ത് ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഭാഗം എന്താണ്? 0 ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഈ ഒരു ചാർജിങ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ചാർജിങ്ങിൻ്റെ എക്സ്പ്രഷൻ ആണല്ലോ. ഞാൻ ചാർജിങ് എടുത്ത സമയത്ത് മോണോട്ടോണിക്കലി, അതായത് ഒരേ ഡയറക്ഷനിലേക്ക് ഒരു മാറ്റവും ഇല്ലാതെ മോണോട്ടോണിക്കലി അതെന്ത് ചെയ്യാണ്? ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജിങ്ങിന് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വരും. ഇൻക്രീസ് ആയി ഈ ഒരു ടേം എന്താവും? 0ലേക്ക് ടെൻഡ് ചെയ്യും. സോ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? ക്യൂ നോട്ട് എന്ന് പറഞ്ഞിട്ട് വരും. സോ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം? ഈ ഒരു ഫൈനൽ വാല്യൂ ക്യൂ നോട്ടിലേക്ക് റീച്ച് ചെയ്യും. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനാണ് ഡെഡ് ബീറ്റ് എന്ന് പറഞ്ഞിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആയിരുന്നു. ഇതെന്താണ്? ഡെഡ് ബീറ്റ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുക ഓവർ ഡാംപ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഓവർ ഡാംപ്ഡ്.
സോ ഈ ഒരു ടൈപ്പ്, ഈ ഒരു സ്പെഷ്യൽ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെയുള്ള ഈ ചാർജിങ് എന്ന് പറയുന്നത് എന്താണ്, പീരിയോഡിക് അല്ല. കാരണം പീരിയോഡിക് എന്ന് പറയുമ്പോൾ സൈൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷനാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്, കോസ് എച്ച്, അതായത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതെന്തല്ല, പീരിയോഡിക് അല്ല. ആ പീരിയോഡിക് ആയിട്ടുള്ള ചാർജിങ് ആണ് അതുപോലെ ഇതിനെ ഓവർ ഡാംഡ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കേസ് വരുന്നത്, ഈ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മളെടുത്തത് ക്രിട്ടിക്കൽ ടാമ്പിംഗ് ആയിരുന്നു. ഇതാണ് ക്രിട്ടിക്കൽ ടാമ്പിംഗ്. അതായത് ഇങ്ങനെ ഇൻക്രീസ് ആയിട്ട് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ക്യൂ നോട്ടിലേക്ക് റീച്ച് ആവുന്നുണ്ട്. ബട്ട് അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ടാമ്പിങ്. പക്ഷേ സപ്പോസ് ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓവറായിട്ട് അത് ടാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുറയുക, ഡാമ്പിങ്, അതായത് എന്താണ്, കുറഞ്ഞ് വരിക എന്നുള്ളൊരു മീനിങ്. ഇത് ഓവർ ഡാമ്പിംഗ് ആണ്. അത് ഡെഡ് ബീറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, മോണോട്ടോമിക്, അതിൻ്റെ സൈനൊന്നും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. മോണോട്ടോണിക്കലി അത് എന്ത് ചെയ്യും, ഒരു ഫൈനൽ വാല്യൂവിലേക്ക് റീച്ച് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇതാണ് ഇതിൻ്റെ 2 കേസസ് വരുന്നത്. തേർഡ് സ്പെഷ്യൽ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ, ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് സ്ക്വയർ, നെക്സ്റ്റ് ഇസ് ബി സ്ക്വയർ ഇസ് ലെസ് ദാൻ ഒമേഗ നോട്ട് സ്ക്വയർ. അതായത് ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ ഇസ് ലെസ് ദാൻ 1/LC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയണത് എന്താണ്, ഇത് സ്മോളർ വാല്യൂ, ഇത് ഗ്രേറ്റർ വാല്യൂ. സോ ഈ ഒരു വാല്യൂ എന്തായിരിക്കും, ഇമാജിനറി ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇമാജിനറി വാല്യൂ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ആണ്. ഇനി അതല്ല, നമ്മൾ മൈനസ് എം എന്ന് പറയുമ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. അതെന്തായിരിക്കാം, ഒരു റിയൽ വാല്യൂ ആണ്. അത് നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയണ ഒരു, ഇതാണ് എം വാല്യൂ അല്ലേ. ഇതെന്തായിട്ട് വരും, ഇമാജിനറി ആണ്. സോ ഐ ഒമേഗ എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് എം വാല്യൂ. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇമാജിനറി ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2 എന്ത് വരും, ഇ റേസ് ടു ഐ ഒമേഗ ടി. എമ്മിനൊക്കെ ഐ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് മൈനസ് എം എന്ന് പറയുമ്പോൾ എന്ത് വരും, മൈനസ് ഐ ഒമേഗ ടി പ്ലസ് ബി ബൈ ഐ ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. സോ ഈ 2 ടേമിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാണ്, 2നെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണ്. കോമൺ ആയിട്ട് ഉള്ളൊരു ടേമാണ്. സോ ഞാനതിനെ ഓരോ പാർട്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ഇ റേസ് ടു മൈനസ് ബി ടി. ഫസ്റ്റത്തെ ടേം എന്ത് വരും, ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. ഇത് ഫസ്റ്റത്തെ ടേം. പ്ലസ് ബി ബൈ ഒമേഗ ബ്രാക്കറ്റിൽ ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു ഐ ഉണ്ട് അല്ലേ, അപ്പോൾ 2i എന്ന് പറഞ്ഞിട്ട് വരും. സോ എനിക്കിങ്ങനെ തന്നെ റീഅറേഞ്ച് ചെയ്യാം. സോ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വേറൊരു കാര്യം എന്താണ്, ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ബൈ 2 എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ആണ്, കോസ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ബൈ 2i എന്ന് പറയുന്നത് എന്താണ്, സൈൻ ഫംഗ്ഷനാണ്. അതായത് സൈൻ ഒമേഗ ടി ആണ്. ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ഇ റേസ് ടു മൈനസ് ബി ടി. ഫസ്റ്റ് ടേം എന്താണെന്ന് പറഞ്ഞു, കോസ് ഒമേഗ ടി ആണ്. പ്ലസ് ബി അവിടെ ഉണ്ട്. ദെൻ ലാസ്റ്റ് ടേമിനെ റീഅറേഞ്ച് ചെയ്തിട്ട് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. എനിക്കിങ്ങനെ ചേഞ്ച് ചെയ്തു അല്ലേ. ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് കോമൺ ആയിട്ട് ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു ഒമേഗ വരുന്നുണ്ട് താഴെ. സോ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ആ ഒരു ഒമേഗേനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. സോ എന്ത് വരും, ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട് ഇ റേസ് ടു മൈനസ് ബി ടി. കോമൺ ആയിട്ട് ഞാൻ ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഒമേഗ ടേം ആഡ് ചെയ്യണം. ഒമേഗ കോസ് ഒമേഗ ടി
പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുക. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒമേഗേനെ ഇവിടെ ഞാൻ ഒമേഗ ബൈ ഒമേഗ നോട്ടിനെ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമേഗേനെ എനിക്ക് എന്തായിട്ട് എഴുതാം? ഒമേഗ ബൈ ഒമേഗ നോട്ട് സൈൻ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ നോട്ട് ഇൻറ്റു സൈൻ തീറ്റയാണ്. അതുപോലെ തന്നെ ബി ബൈ ഒമേഗ നോട്ടിനെ ഞാൻ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഒമേഗ നോട്ട് കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് വരും. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ. ഇവിടെ സൈൻ തീറ്റയ്ക്ക് ഞാൻ ഒമേഗ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിക്ക് ഒമേഗ നോട്ട് കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ടേമിൽ എന്ത് വരും? ഒമേഗ നോട്ട് കോമൺ ആയിട്ട് വരും. ഓൾറെഡി ഡിവൈഡഡ് ബൈ ഒമേഗ ഉണ്ട്, ഇ റേസ് ടു മൈനസ് ബി ടി യു ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ടേമിൽ സൈൻ തീറ്റ കോസ് ഒമേഗ ടി പ്ലസ് സെക്കൻഡത്തെ ടേം കോസ് തീറ്റ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇവിടെ എന്താണെന്ന് നോക്കിയേ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ എന്താണ്? സൈൻ എ പ്ലസ് ബി ആയിട്ട് എഴുതാം. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ നോട്ട് മൈനസ് ക്യൂ നോട്ട്, ഇവിടെ ക്യൂ നോട്ടാണ്, ക്യൂ നോട്ട് ഒമേഗ നോട്ട് ബൈ ഒമേഗ ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ട് എനിക്ക് ക്യൂ നോട്ട് എടുക്കാം. സോ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ നോട്ട് ഇൻറ്റു 1 മൈനസ് ഒമേഗ നോട്ട് ബൈ ഒമേഗ നോട്ട് ഇ റേസ് ടു മൈനസ് ബി ടി സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് വരും. സോ അതായത് ഈ ഒരു എക്സ്പ്രഷനിൽ ഈ ഒരു വാല്യൂ എന്താണ്? ഈ ഒരു വാല്യൂ എന്താണ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സൈൻ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷനാണ്, ഒരു പീരിയോഡിക് ഒരു ഓസിലേറ്റിംഗ് ഫംഗ്ഷനാണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്തിനാണ്? എക്സ്പോണൻഷ്യലിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല, ഈ ഒരു സൈൻ അനുസരിച്ചിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അതായത് ചാർജ് ഓസിലേറ്റ്സ് എബോവ് ആൻഡ് ബിലോ ക്യൂ നോട്ട് ടിൽ ഇറ്റ് സെറ്റിൽസ് ഡൗൺ ടു ക്യൂ നോട്ട്. ക്യൂ നോട്ട് ആവണ വരെ ടൈം കൂടുന്തോറും ഞാൻ ചാർജ് ചെയ്യാണ്. അപ്പോൾ ടൈം കൂടുന്തോറും എനിക്ക് എന്ത് വരുന്നുണ്ട്? ഓസിലേറ്ററി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം 0 ആയിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ക്യൂ ഈക്വൽ ടു ക്യൂ നോട്ടായി മാറുന്നുള്ളൂ. അതുവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് മോണോട്ടോണിക്കലി ആണോ? അല്ല. എന്താണ്? പ്ലസിലേക്ക് മൈനസ്, അതിൻ്റെ എബോവ് ആൻഡ് ബിലോ ആയിട്ടാണ്. ക്യൂ നോട്ടിന് എബോവ് ബിലോ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടി. തോ ഇറ്റ് ഓസിലേറ്റ്സ് ബിക്കോസ് ഓഫ് സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് തീറ്റ, ദിസ് ഓസിലേഷൻ ഈസ് ഡാംഡ് ഔട്ട് ബൈ ദി ടേം ഇ റേസ് ടു മൈനസ് ബി ടി. ഈ ഒരു ഇ റേസ് ടു മൈനസ് ബി ടി ഉള്ള കാരണം കൊണ്ട് അതെന്ത് ചെയ്യും? ടാമ്പിങ് വരും. അതായത് നമ്മൾ മറ്റേ സർക്യൂട്ടിലൊക്കെ ഒബ്സർവ് ചെയ്തത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഇങ്ങനെ ക്യൂ നോട്ടായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം ഇവിടെ ഒരു എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്. ബട്ട് ഇവിടെ ഇങ്ങനെയൊന്നും സാധിക്കുന്നില്ല. ഇവിടെ എന്താണ്? ഇങ്ങനെ കൂടിപ്പോയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓസിലേറ്റ് ചെയ്തതിന് ശേഷം പിന്നെയാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ക്യൂ നോട്ടിന് ഈക്വലായിട്ട് മാറുന്നുള്ളൂ. സോ അതാണ് സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്. നോർമൽ കേസസ് അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ഇങ്ങനത്തെ ടേംസ് ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ ചേഞ്ചസ് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് ഓരോ കേസസ് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നോർമലി ഒരു എൽ സി സർക്യൂട്ടിൽ സി ആർ സർക്യൂട്ടിലുള്ള പോലെയല്ല, ഒരു എൽ സി ആർ സർക്യൂട്ടിൽ ചാർജിങ് നടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതെന്താവുന്നത്? ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു സ്പെഷ്യൽ കേസിലുള്ള ഈ ഒരു ടാമ്പിങ്ങിനെ ടാംപ്ഡ് ഓസിലേറ്ററി എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു ചാർജിങ്ങിനെ ടാംപ്ഡ് ഓസിലേറ്ററി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടാംപ്ഡ് ഓസിലേറ്റ്, അതായത് ഓസിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പോകുന്നത്. സോ ഓസിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രീക്വൻസി വേണ്ടേ? ഫ്രീക്വൻസി നമ്മളെങ്ങനെ കൺസിഡർ ചെയ്യുക? ഫ്രീക്വൻസി മ്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π ആണ് എക്സ്പ്രഷൻ. ഇവിടെ ഒമേഗനെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ഒമേഗ നോട്ട് മൈനസ് ബി സ്ക്വയർ. നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ഡിവൈഡഡ് ബൈ 2π എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ 1/2
2π കോമൺ ആയിട്ട് എടുത്തു. ഈ ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1/LC ആണ്. അതുപോലെ തന്നെ ബി സ്ക്വയർ എന്ന് പറയുന്നത് R² ഡിവൈഡഡ് ബൈ 4L² ആണ്. സോ ഇതാണ് എന്ത്? ഫ്രീക്വൻസി, അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു എക്സ്പ്രഷനിൽ ആര് വളരെ സ്മോൾ ആയിട്ട് കൺസിഡർ ചെയ്യണ സമയത്ത് ഈ ഒരു ടേം എന്താണ്? ഇത് വളരെ സ്മോളാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എന്താവും? 0 ആവും. ബാക്കിയുള്ള എന്താണ്? √1/LC ആണ് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി μ 1/2π √1/LC എന്ന് പറഞ്ഞിട്ടായിരിക്കും നാച്ചുറൽ ഫ്രീക്വൻസി എക്സ്പ്രഷൻ മാറുന്നുണ്ടായിരിക്കുക. സോ LCR സർക്യൂട്ടിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു കേസ് എടുത്ത് നോക്കിക്കേ, ഈ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണ്. ചാർജ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ എന്തൊരു ഡാംഡ് ഓസിലേറ്ററിയുടെ കേസിൽ ഇങ്ങനെ ഇൻക്രീസ് ആയി പോകുന്നുണ്ട്. പോയിട്ട് പക്ഷേ എന്താണ്? ഈ ഒരു സൈനിൻ്റെ ടേം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ടാണ് എന്ത്? Q0 വരുന്നത്. സോ ഇങ്ങനത്തെ ഒരു കേസാണ് ചാർജിങ്ങിൽ വരുന്നത്. സോ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതെന്താവും? Q0 മാറും എന്നുള്ളത് അറിയാം. ബട്ട് ഇങ്ങനെയുള്ള റെസിസ്റ്റൻസിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ ഒക്കെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസസിൽ Q0 എത്താതെയും പോകുന്നുണ്ട്. അല്ലെങ്കിൽ Q0 എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻക്രീസിങ്, നമ്മളെല്ലാ സർക്യൂട്ടിലും CR സർക്യൂട്ടിലുള്ള പോലുള്ള ഒരു ഇൻക്രീസിങ് അല്ലാതെ ഇങ്ങനെ ഓസിലേറ്ററി ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.